കേരളത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ CPM ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുമ്പ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് BJP പറഞ്ഞത് അവിടെ അന്ന് അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും. അതേപോലെ വലിയ പ്രചരണങ്ങളൊന്നും നടക്കുകയുണ്ടായി. അതിനുള്ള ഗൂഢാലോചന പാകിസ്ഥാനിൽ നടക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചത് നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ രീതിയിൽ BJP ഇന്ത്യയിലുടനീളം കേരളത്തിൽ വരെ പ്രചരണം നടത്തി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാകും, വർഗീയ കലാപം ഉണ്ടാകും എന്നൊക്കെ പ്രചരിപ്പിച്ചത് നമുക്കറിയാം. BJP പറയുന്ന ആ രീതി കേരളത്തിൽ CPM നടത്തി തുടങ്ങിയിട്ട് കുറച്ചായി. വലിയ തിരിച്ചടി കേരളം അതിന് കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ. പക്ഷേ എന്നിട്ടും പാഠം പഠിക്കാതെ ഇന്നലെ വീണ്ടും സഖാവ് AK ബാലൻ അപകടകരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നു. മാറാട് പോലുള്ളതൊക്കെ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ പ്രചരണം ഇങ്ങനെ നടത്തുന്നത്? ആർക്കാണ് ഇതിൻ്റെ ഗുണഫലം? എന്താണ് കേരളത്തിൽ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഗൗരവത്തിൽ CPM ആലോചിക്കണം. കേരളത്തിലെ പൊതുസമൂഹവും ജനങ്ങളൊന്നും ഇതിനെ യാതൊരു നിലക്കും പരിഗണിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് വിശകലനം ചെയ്താൽ നമുക്കത് ബോധ്യപ്പെടും. വെൽഫെയർ പാർട്ടിയെ മുൻനിർത്തി വലിയ ആക്ഷേപ പ്രചരണങ്ങൾ നടത്തി. മുഖ്യമന്ത്രി കേരളത്തിലുടനീളം പത്രസമ്മേളനം നടത്തി, വലിയ പ്രഭാഷണങ്ങൾ നടത്തി. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് വലിയ മുന്നേറ്റം കേരളം നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിദ്വേഷ പ്രചരണങ്ങളെ കേരളം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന പാഠമാണ് CPM കൊടുത്തിരിക്കുന്നത്. BJPയും CPMുമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM 10 വർഷം ഭരിച്ചൊരു പാർട്ടിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അവർ തന്നെ അവകാശപ്പെടുന്നത് വലിയ വികസനമുണ്ടായി എന്നാണ്. അത് പറഞ്ഞും പങ്കുവച്ചും രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയാൽ അപകടകരമായ രീതിയായിരിക്കും കേരളത്തിലുണ്ടാകുക. ഇതിൻ്റെ ഭവിഷ്യത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ കേരളവും മാറും. BJPക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകും. അതുകൊണ്ട് ഏറെ കരുതലോടുകൂടെ വേണം ഇത്തരം പ്രചരണങ്ങൾ ഏറ്റെടുക്കാൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ കുറെ കാലമായി ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് വംശീയ പ്രചരണം നടത്തുന്നു, അവകാശങ്ങൾ മറ്റാർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നു എന്ന് പറയുന്നു. ഇത് ചോദ്യം ചെയ്ത ഒരു മാധ്യമ സുഹൃത്തിനെ തീവ്രവാദിയാക്കുന്നു. ആ തീവ്രവാദി പട്ടം ചാർത്തിക്കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം ഈരാറ്റുപേട്ട സ്വദേശിയാണെന്ന് പറയുന്നു, മുൻ MSFകാരനാണെന്ന് പറയുന്നു. ഇതൊക്കെ ആരാ പറയാറ്? ഈരാറ്റുപേട്ടയെക്കുറിച്ച് ഈ വർത്തമാനം പറഞ്ഞത് PC ജോർജാണ്, BJP പോയ ശേഷം. ആ രീതിയിലേക്ക് ഉള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. ഒരു വലിയ സംരക്ഷണം ഇതിന് CPMൽ നിന്ന് ലഭിക്കുന്നു, വലിയ സ്വീകരണം ലഭിക്കുന്നു. കേരളത്തിൽ നവോത്ഥാന സംരക്ഷണത്തിന് വേണ്ടിയുണ്ടായ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡറാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്ത് നവോത്ഥാന ആശയങ്ങളെ കുറിച്ച് പ്രബുദ്ധത നടിക്കാനാണ് അദ്ദേഹത്തിന് കഴിയുക? കേരളീയ നവോത്ഥാനത്തിൻ്റെ പരിസരം നമുക്കറിയാം, അത് സാമൂഹ്യ സാഹോദര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെതുമായ വലിയ അടിത്തറയാണ്. അപരപ്രിയം എന്ന ആശയമാണ് ശ്രീനാരായണ ഗുരു തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനെ ചവിട്ടിമതിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബഹുമാന്യ വ്യക്തിത്വത്തെ എങ്ങനെയാണ് ഇത്തരമൊരു സമിതിയുടെ നേതാവായി വീണ്ടും CPM നിലനിർത്തുക? എന്ത് മെസ്സേജാണ് അതിന് കൊടുക്കുക? അതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാൻ CPMന് കഴിയണം. ഈ കുപ്രചരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമായിട്ടല്ല, പക്ഷേ കേരളത്തിലെ പൊതുമണ്ഡലം വലിയ അളവിൽ വർഗീയവൽക്കരിക്കപ്പെടും, അത് അപകടം ചെയ്യും. അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തന്നെ വിശകലനം ചെയ്യുമ്പോൾ BJPക്കൊക്കെ ഉണ്ടാകുന്ന വിജയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സൂക്ഷ്മമായി ചർച്ച നടത്തണം. മണ്ണൊലിച്ചു പോവുകയാണ്. ഏതെങ്കിലും പാർട്ടിയുടെ മാത്രം
കാലിനടിയിൽ നിന്നല്ല, കേരളത്തിൻ്റെ മതേതര ബോധത്തിൻ്റെയും പ്രബുദ്ധ പാരമ്പര്യത്തിൻ്റെയും കാലിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത്. അതുകൊണ്ട് സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങളെ കാണാൻ CPM ശ്രമിക്കണം. സഖാവ് എ കെ ബാലൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. കാരണം കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും, ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറിയാൽ എന്ന BJPയുടെ ആ നരേഷൻ ഏറ്റെടുത്ത് കലാപാഹ്വാനം ചെയ്യുന്ന ഒരു സംഘമായി പ്രതിപക്ഷത്തെയും മറ്റുമൊക്കെ മാറ്റാൻ ശ്രമിച്ചാൽ അത് അപകടകരമായ രീതിയിലേക്കാണ് വഴി തുറക്കുക. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും എ കെ ബാലൻ്റെയും ഒക്കെ പ്രസ്താവന ഒരേ രീതിയിൽ പോകുന്നത് നമുക്ക് വിശകലനം ചെയ്താൽ കാണാൻ കഴിയും. ഇതൊക്കെ ഒറ്റ സോഴ്സിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം. ഇതിനു പകരം ഭരണ നേട്ടങ്ങളും ഭരണകോട്ടങ്ങളൊക്കെ പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ ചർച്ച ചെയ്യുകയും സ്വാഭാവികമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ പ്രബുദ്ധ കേരളത്തിന് അതിൻ്റെ മതനിരപേക്ഷ പൈതൃകത്തെ കാത്തുസൂക്ഷിക്കാനും സാഹോദര്യ കേരളത്തെ നിലനിർത്താനും കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അപകടം ചെയ്യും എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് CPM ലീഡേഴ്സ് പ്രത്യേകമായി ഇതിൽ ശ്രദ്ധിക്കണം. BJPയുടെയും CPMൻ്റെയും ഇലക്ട്രൽ എഞ്ചിനീയറിംഗ് ഒരേ സോഴ്സിൽ നിന്നാണ് വരുന്നത് എന്ന് സംശയിച്ചാൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല. അത് പാർലമെൻറ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ടത് വെൽഫെയർ പാർട്ടിക്കാരാണ്. ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ഇവിടെ കോതമംഗലത്ത് നെല്ലിക്കുഴിയിൽ രാഹുൽ തങ്കപ്പൻ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രചരണങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കും. ഇവിടെ ഹിസ്ബുൽ മുജാഹിദീൻ മത്സരിക്കുക. അപ്പോൾ വോട്ടർമാരൊക്കെ നോക്കി ഹിസ്ബുൽ മുജാഹിദീനൊന്നും കാണാനില്ല. അപ്പോൾ എന്നാലും അവർ തീരുമാനിച്ചു ആ പറഞ്ഞവർക്കെതിരെ വോട്ട് ചെയ്യാം. നല്ല ഭൂരിപക്ഷത്തിൽ അവരെ ജയിക്കുകയുണ്ടായി. പലയിടങ്ങളിലും ഇത്തരം പ്രചരണങ്ങളാണ് നടത്തുന്നത്. വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിനെ വോട്ട് നേടാൻ ശ്രമിച്ചാൽ അത് അപകടമല്ലേ ചെയ്യാം. 4 വോട്ടിനും ഒരു സീറ്റിനൊക്കെ വേണ്ടിയിട്ട് വീടാന്തരം കയറിയിട്ട് CPM ലീഡേഴ്സ് അത്തരം പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. അത് അവസാനിപ്പിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിനെയും അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പ്രബുദ്ധ കേരളത്തിന് വലിയ അപകടമായിരിക്കും അത് വരുത്തുക. പിന്നീട് പ്രചരണം നടത്താനൊന്നും CPMന് കഴിയില്ല. മറ്റൊരു രീതിയിൽ കേരളം പോകും. അത് ഉത്തരേന്ത്യയിൽ നമ്മൾ പഠിച്ച പാഠമാണ്. ഇത് വളരെ പ്രത്യേകമായി CPMനോട് ആവശ്യപ്പെടുകയാണ്. ഇതിന് ഈ നരേഷനെ വേരോടെ പിഴുതെടുക്കുന്ന രീതിയിലുള്ള വർക്ക് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമൊക്കെ നടത്തണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിച്ചിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കില്ലേ നല്ലത്. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, അതുകൊണ്ട് നല്ലത് അല്ലേ? അല്ല, UDFന് അധികാരം കിട്ടിയാൽ മാറാണെന്തോ കലാപം ഉണ്ടാക്കുന്നൊക്കെ അല്ലേ? അല്ല, അതെ ഞാൻ ചോദിക്കുന്നത്, UDFന് അധികാരം കിട്ടിയ ജമാഅത്ത് ഏതായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു മതസംഘടനയാണല്ലോ. അപ്പോൾ UDFന് അധികാരം കിട്ടിയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ ഓക്കെ UDFന് അധികാരം കിട്ടിയാൽ ഈ പ്രചരണമല്ലേ യഥാർത്ഥത്തിൽ BJP നടത്തിയത് പല ഘട്ടങ്ങളിലും. കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ അതവർ പറയും. അതിന്റെ വിശദീകരണങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പറയും. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ദിനങ്ങളായിരുന്നു മാറാട് കലാപത്തിന്റെ സന്ദർഭം. നമുക്കാർക്കും സംശയമില്ല. ആ ഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയാണ്. മാറാട് കലാപത്തിന്റെ തുടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? ഇവിടെ UDF അധികാരത്തിലേക്ക് വന്നാൽ അത്തരം കലാപങ്ങൾ ഉണ്ടാകുമെന്നല്ലേ അതിന്റെ സാരാംശം? ഇത് തന്നെയല്ലേ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത്? നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഇവിടെ സിന്ദൂരം വായിച്ച് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കും എന്നൊക്കെ ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ചു. കേരളത്തിൽ വരെ അത്തരം പ്രസംഗങ്ങൾ യോഗി ആദിത്യനാഥ് മറ്റും നടത്തി. ഈ ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ചും ഹെയ്റ്റ് പ്രസ്താവനകളെക്കുറിച്ചും ഒക്കെ പഠനം നടത്തിയ രേഖകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ലേ?
ആ രീതിയിലേക്ക് പോകരുതല്ലോ കേരളം. മാറാട് കലാപത്തെ എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? അത് പറഞ്ഞുകൊണ്ട് അത് വെച്ചുകൊണ്ട് എന്തിനാണ് CPM പ്രചരണം നടത്തുന്നത്? ഞങ്ങൾ തന്നെ ചോദിച്ചിരുന്നു CPM ലീഡേഴ്സിനോട്, നിങ്ങൾ എന്തിനാണ് വെൽഫെയർ പാർട്ടിയെ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് വേറെ ചില പ്രയോഗങ്ങൾ നടത്തുന്നത്? അപ്പോൾ അവർ തന്നെ ഒരു നരേഷൻ അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗം CPMന് വോട്ട് ചെയ്യുമെന്നാണ് അവർ ധരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. എന്നോട് പത്രപ്രവർത്തകരായ സുഹൃത്തുക്കൾ അന്ന് തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളവരോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമല്ല കേരളവും മലപ്പുറം ജില്ലയും നിലമ്പൂരൊന്നും. ഇവിടെ എന്തോ ഒരു പ്രചരണം നടത്തുമ്പോഴേക്ക് എന്നാൽ ഇതാ ഞങ്ങളെല്ലാം CPMന് വോട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈകാരികതയിലേക്ക് പോകുന്നവരല്ല എന്ന് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു. അത് നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ ബോധ്യമാവുകയും ചെയ്തു. അപ്പോൾ എന്തിനാണ് ഈ കാര്യം പറയുന്നത്? CPMന് ഒരുപാട് വികസന വിഷയങ്ങൾ പറയാനുണ്ട്, മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളും പറയാനുണ്ട്. പക്ഷെ ഒരു കലാപ ഉണ്ടാകുമെന്ന സ്വഭാവത്തിലുള്ള നരേഷൻ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അപകടമല്ലേ? അത് കേരളത്തിന് അപകടമല്ലേ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മതമാണ് പ്രശ്നം, സമുദായത്തിന് വേണ്ടിയാണ് ഭരണം എന്നൊക്കെ വളരെ സാമുദായികമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പോളറൈസേഷനെ കുറിച്ച് എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? അല്ല, അതായത് ഇതിനെ രണ്ടിനെയും താരതമ്യപ്പെടുത്തുന്നത് എന്തിനാണ് നമ്മൾ ചോദിക്കുകയാണ്. ഉദാഹരണമായി വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന, ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ എത്ര സ്കൂള് SNDP ഉണ്ടാക്കുന്നതിനും കോളേജ് ഉണ്ടാക്കുന്നതിനും വെൽഫെയർ പാർട്ടി എതിരല്ല എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ആരും എതിരല്ല. ആരെങ്കിലും എതിർക്കും? കാരണം ഇവിടെ +2 സീറ്റില്ലാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്ന കുട്ടികളുള്ള ജില്ലയാണ്. എന്ത് സംവിധാനം ഉണ്ടാക്കുന്നതിനും ആരും എതിരല്ല. ഒരു സമുദായം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ആരാണ് എതിര്? ആരെങ്കിലും എതിരുണ്ടോ? കണക്കുകളൊക്കെ വെച്ച് നോക്കിയാൽ മതസമൂഹങ്ങൾക്ക് ലഭിച്ച കോളേജുകളുടെയും സ്കൂളുകളുടെയും എണ്ണമൊക്കെ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രചരിപ്പിക്കുന്നത് തെറ്റാന്ന് മനസ്സിലാക്കും. ഞാൻ പറയുന്നത് ന്യായമായ അവകാശങ്ങൾ മതസമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ലഭിക്കുന്നത് വർഗീയതയോ പ്രീണനമോ അല്ല. ഞങ്ങൾ പറയുന്നത് ഒരു കാര്യം കൂടി, ഞങ്ങൾ പറയുന്നത് ജാതി സെൻസസ് നടത്തി ഓരോ സമുദായങ്ങൾക്കും എന്ത് ലഭിച്ചു, ഓരോ ജാതി വിഭാഗങ്ങൾക്കും എത്ര ലഭിച്ചു, സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചോ, സ്വത്ത് ലഭിച്ചോ, ഭൂമി ലഭിച്ചോ പരിശോധന നടത്തി പോരായ്മ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന നിലപാടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതല്ലല്ലോ ഈ പറയുന്നത്. കലാപാഹ്വാനവും അതും രണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അല്ല, അങ്ങനെ ആരും പറയേണ്ടതില്ല. ഒരു പാർട്ടിയും മതപരമായ വിദ്വേഷം വളർത്തുന്ന, ധ്രുവീകരണം നടത്തുന്ന ഒരു വർത്തമാനവും പറയാൻ പാടില്ല എന്ന് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകിയ അവകാശങ്ങൾ, സമുദായങ്ങൾ, ഒരു സമുദായം സ്കൂൾ തുടങ്ങുന്നു, അതിനെന്തോ കുഴപ്പമുണ്ടാവുമോ? എല്ലാവരും പഠിപ്പിക്കുന്നത് ഒരേ സിലബസ്. ഒരു സമുദായം കോളേജ് ലഭിക്കുന്നു, പല സമുദായങ്ങളുടെയും SNDPയുടെ കോളേജുണ്ട്, NSSന്റെ കോളേജുണ്ട്, MESന്റെ കോളേജുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. ഇതെന്തോ ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല എന്നാണല്ലോ നമ്മുടെ പാരമ്പര്യം. അതും ഇത് രണ്ടാണ്. മറ്റത് വേറൊരു സമുദായത്തെ വിദ്വേഷ പ്രചരണത്തിലൂടെ നടത്തുകയും കേരളത്തിൽ തന്നെ തരിച്ചു നിന്നുപോയ ഒരു കലാപത്തെ എല്ലാവരും പറഞ്ഞത് പ്രതികളെ പിടികൂടണം, അറസ്റ്റ് ചെയ്യണം. ആരും ഒരു പാർട്ടിയോ ഒരു സമുദായ മതസമൂഹങ്ങളോ ഒന്നും ആരുടെയും പക്ഷത്ത് നിന്നിട്ടില്ല. അതും ഇതും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? ഒരു സമുദായത്തിൻ്റെ അവകാശം പറയുന്നത് ന്യായമായ ഭരണഘടനാപരമായ സമാധാനപരമായ സ്വഭാവത്തിൽ ഉന്നയിക്കുന്നതും മറ്റൊരു സമുദായത്തെ തല്ലിക്കൊല്ലണം, ബുൾഡോസർ നടപ്പിലാക്കണം, അതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുന്നത് പോലെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണം, ഭരണഘടനാപരമായ ജനാധിപത്യ സംവിധാനമൊന്നും അതിന് പ്രശ്നമല്ല എന്ന് പറയുന്നതും ഇതും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അതിൽ കവിഞ്ഞ് വിദ്വേഷ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2 തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സാധ്യമാകുന്ന മത്സരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 2019 വരെ 2019-ലുണ്ടായ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം UDF-മായി ഞങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും അവർ ഒരുമിച്ച് മത്സരിക്കുകയും പലയിടങ്ങളിലും ജയിക്കുകയും ഭരണ സംവിധാനമൊക്കെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുകയാണ് 2 ഘട്ടത്തിലും ചെയ്തത്. അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ സാഹചര്യങ്ങൾ ഉണ്ടായി വരികയും മറ്റുമൊക്കെ ചെയ്താൽ അപ്പോൾ ആ വിഷയം അന്തിമമായി തീരുമാനിക്കും. ഇപ്പോൾ അന്തിമമായ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുകയും മറ്റൊക്കെയുള്ള സംഘടനാ ശാക്തീകരണം നടത്തുകയാണ്. മുന്നണി പ്രവേശനം എന്നൊരു അജണ്ടയിലല്ല വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതേസമയം ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സാധ്യതകൾ ഇനിയും പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്, UDF-ന് ഗുണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുമായി ചേർന്ന് നിന്ന ഘട്ടത്തിൽ LDF-നും 2015-ലൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട്. അത്തരം നീക്കുപോക്കുകൾ ഇനിയും തുടരും. നിയമസഭയുമായി ബന്ധപ്പെട്ട അത്തരം ചർച്ചകളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടില്ല. ആ ചർച്ച നടത്തുന്നതിന് ഞങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങളില്ല. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അകത്ത് പ്രവേശിക്കാതെ തന്നെ മുന്നണി സാധ്യതകളെ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ചർച്ചകൾ വേണ്ടെന്ന് ഞങ്ങൾ വെച്ചിട്ടില്ല. ഇപ്പോൾ അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ പാർട്ടി നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മറ്റൊക്കെ ചെയ്ത ശേഷം സംഘടനാ ശാക്തീകരണവും മറ്റൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ വന്നാൽ അത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോകും. അത്തരം സാഹചര്യങ്ങളൊക്കെ വന്നാൽ അത് ആലോചിക്കണമല്ലോ. അതൊന്നും രാഷ്ട്രീയത്തിൽ ഡിമാൻഡിലേക്ക് പോയിട്ടില്ല. അത്തരം സാധ്യതകൾ പൊതു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവായി എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു കാൻഡിഡേറ്റ് വരിക എന്നല്ലേ, അത് വളരെ ഗുണകരമായ കാര്യമാണല്ലോ. അത്തരം ഘട്ടത്തിൽ അത്തരം ചർച്ചകളൊക്കെ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. എന്നാലും വെൽഫെയർ പാർട്ടി ഇപ്പോൾ ഒരു പൊതു സ്വാതന്ത്ര്യം നിർത്തണം എന്നൊരാവശ്യം ഒരു മുന്നണിയുടെ മുമ്പിലും വെച്ചിട്ടില്ല. ഇല്ല, BJP നമുക്ക് സാധ്യതയില്ല. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-മായി ധാരണയിൽ പലയിടങ്ങളിൽ മത്സരിക്കും. പഞ്ചായത്ത് ധാരണയാണ്, പലയിടത്തും ജയിക്കുകയും ഇപ്പോൾ ഭരണസമിതിയൊക്കെ രൂപീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഞങ്ങൾ CPM-യുമായും ഈ ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തോ ഒരു വലിയ പാതകമാണ് എന്ന് വരുത്തി തീർക്കുന്നത് CPM-ആണ്. എന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത്? ഞങ്ങൾ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓരോ നിങ്ങളെ വോട്ട് ഞങ്ങൾക്ക് ഏതായാലും കിട്ടുന്നില്ല, പിന്നെ നിങ്ങളെപ്പറ്റി 2 വിദ്വേഷ വർത്താനൊക്കെ പറഞ്ഞാൽ വേറെ ആരുടെയെങ്കിലും വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ രീതി സ്വീകരിക്കരുത്. CPM രാഷ്ട്രീയമായി ഞങ്ങൾ എതിർത്തോട്ടെ, അതിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. കാരണം ഞങ്ങളും അവർ 2 രാഷ്ട്രീയ ലൈനിലാണ് ഇപ്പോൾ ഉള്ളത്. ഭൂമിയുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നു, സംവരണത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നു, അതേപോലെ തന്നെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള സംസാരം നടത്തുന്നു. അതൊക്കെ ഇവിടുത്തെ CPM ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് അപ്പുറം നിൽക്കുന്ന ചില രാഷ്ട്രീയമാണ്. അതൊക്കെ ഉയർത്തിക്കൊള്ളട്ടെ. പക്ഷേ ഞങ്ങൾ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഉള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തും. ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും തന്നെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ശതമാനം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ 5 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണം അതാണ് ദൃശ്യം വിലയിരുത്തപ്പെടുന്നത്. അതേക്കുറിച്ച് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇതിൽ ഞങ്ങൾ പറയുന്നത്, ഒന്ന്, ചെറിയ ശതമാനത്തെയാണ് ഇത് ബാധിക്കുക എന്നത് ശരിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ പഴയതുപോലെയുള്ള ഒരു സോഷ്യൽ ഫാബ്രിക്കാണോ ഉള്ളത്? നമ്മൾ സ്വന്തം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ എന്തായിരിക്കും പഴയ കേരളത്തിലെ അവസ്ഥ? നിങ്ങൾ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ പ്രകടനം നടത്തൂലേ? നമുക്ക് കഴിയുന്നില്ലല്ലോ. അഥവാ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അത്രമേൽ ഈ പ്രചരണങ്ങൾക്ക് സ്വാധീനമുണ്ട്. അല്ല, ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ വളരെ സന്തോഷമായി, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ലല്ലോ മുമ്പ് ആകുക, ആണോ? മുമ്പ് ഒരാളെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. ഇത് വലിയ ഇഫക്റ്റ് ഉണ്ടാക്കൂലേ? എന്താണ് യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെ ഇന്ത്യയിൽ BJP അധികാരത്തിൽ ഏറിയേ? എന്തെങ്കിലും വികസനം പറഞ്ഞിട്ടാണോ? വിദ്വേഷ പ്രചരണം, ഭീകരവാദികൾ, കൊല്ലപ്പെടേണ്ടവർ, ഞങ്ങളെ തന്നെ അനുഭവമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സന്ദർഭം ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ UP-യിലെ
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങളും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും ചർച്ച നടത്തിയിരുന്നു. ഒരു മുന്നണി സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ചർച്ച. ഞാനും അന്ന് പാർട്ടിയുടെ ഒരു കേന്ദ്ര ലീഡർ എന്ന നിലയ്ക്ക് ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഒരു സീറ്റിനെ പറ്റിയൊക്കെ ധാരണയായി ഞാനിങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡറായ SQR ഇലിയാസിനോട് ചോദിച്ചു, എങ്ങനെയായിരിക്കും ഇത് മീഡിയയിൽ പ്രചരണമാകുക, കേരളത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ ആ നാട്ടിലുള്ള പ്രവചനമൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്ന്. ഞാനിങ്ങനെ സന്തോഷത്തിൽ തിരിച്ചു പോന്നു. കുറഞ്ഞ ദിവസത്തിന് ശേഷം യോഗി ആദിത്യനാഥിൻ്റെ പത്രസമ്മേളനം വന്നു. ഉമർ ഖാലിദിൻ്റെ പിതാവും അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും ഒരുമിക്കുകയാണ്. ശേഷം അദ്ദേഹം 9 പൊതുയോഗങ്ങൾ ഇതേ ആശയം പ്രസംഗിച്ചു. അവസാനം നടന്ന് നിങ്ങൾക്കറിയാം. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡർ ജാവേദ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വീട് തകർത്ത് കളഞ്ഞു, ബുൾഡോസർ ചെയ്തു. അഫ്രിൻ ഫാത്തിമ അദ്ദേഹത്തിൻ്റെ മകളാണ്, ഫെർട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. 1.5 കൊല്ലത്തോളം ജയിലിൽ കിടന്നു. ഇതിൻ്റെ പ്രതികരണമാണിത്. അഥവാ ഞങ്ങളന്ന് പിന്തുണച്ചു. ഞങ്ങൾ മാത്രമല്ല, വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. 50 സീറ്റ് അഖിലേഷ് യാദവിന് വർദ്ധിച്ചു. 10% വോട്ട് BJPക്ക് കുറഞ്ഞു. ആരാണ് നേതൃത്വം കൊടുത്തതെന്ന് ആലോചിച്ചു. 200ഓളം കേന്ദ്രങ്ങളിൽ ഞങ്ങൾ വലിയ വർക്ക് അവിടെ നടത്തിയിരുന്നു. വലിയ വർക്ക്, വോട്ട് ചേർത്തു, വോട്ട് ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഒരു ദുരന്തമെന്നോണം ഞങ്ങൾക്ക് കിട്ടിയ പ്രതിഫലമാണ് ഞങ്ങളൊരു നേതാവിൻ്റെ വീട് തകർക്കപ്പെട്ടത്. ഇതാണ് കേരളത്തിൽ സംഭവിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വികസനത്തെക്കാൾ വലുത് ഇതാണ്. വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കി. അവരുടെ വിലയിരുത്തലിലും വെൽഫെയർ പാർട്ടിയുടെ സഹായം അതിന്റെ ഘടകമായിരുന്നു. മലബാറിൽ പ്രവർത്തനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷമില്ല. അത്ര വലിയൊരു വിജയം UDF ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളെ അവർ ഇനിയും പുറത്തു നിർത്തണം. UDFിലേക്ക് അക്കോമഡേഷൻ തരേണ്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് കത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ അത്തരമൊരു ചർച്ച ഞങ്ങൾ അതിൻ്റെ ഒരു കാരണം, ഞങ്ങൾ ഉയർത്തുന്ന പൊളിറ്റിക്സ് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നിന്ന് ഉന്നയിക്കുന്നതിനപ്പുറമുള്ളൊരു പൊളിറ്റിക്സാണ്. ഭൂമിയുടെ രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തുന്നു. ദളിത് പിന്നോക്ക ജനീയ വിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങളുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഉയർത്തുന്നു. സംവരണം ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും വലിയ വിഷയമാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തിക സംവരണം എന്ന പേരിൽ സവർണ സംവരണം നടപ്പിലാക്കുന്നു. നിലപാടുകൾ എന്താണ്? ജാതി സെൻസസ്, കേരളത്തിൽ ഉൾപ്പെടെ പല പാർട്ടികളുടെ നിലപാടെന്താണ്? മുസ്ലിം ഇഷ്യൂവിലുള്ള സമീപനങ്ങൾ എന്താണ്? അപ്പോൾ ഇത്തരം കുറേ വിഷയങ്ങളിൽ ഒരു ജെന്യൂൻ പൊളിറ്റിക്സാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഇതിൻ്റെ സാധ്യതയിൽ മുന്നണി രാഷ്ട്രീയത്തെ കൂടി പ്രയോജനപ്പെടുത്താം. ഇത് ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കും ഗുണമുണ്ടായിട്ടുണ്ട്, UDFനും ഗുണമുണ്ടായിട്ടുണ്ട്. ആ ഗുണത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചാൽ അത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവും. അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ചെയ്തത്. ഇതിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. വാതിലുകൾ ഉണ്ടെങ്കിൽ തുറക്കപ്പെടുമ്പോൾ ആ വാതിലുകളിലൂടെ പോകുന്നതിന് ആർക്കാ തടസ്സം? അതൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയം. പക്ഷേ ഈ കാഴ്ചപ്പാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പൊളിറ്റിക്സാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അകത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ വെൽഫെയർ പാർട്ടി ഡെമോക്രസിക്ക് താങ്കൾ പ്രസംഗത്തിന് വളരെ ജെനുവിനായ ഭൂമിയുടെ രാഷ്ട്രീയം, ദളിത് രാഷ്ട്രീയം, ഐഡന്റിറ്റി രാഷ്ട്രീയം, അവകാശ സമരങ്ങൾ ഒക്കെ കുറിച്ച് ദീർഘമായി പ്രസംഗിക്കുകയും അതുപോലെ പ്രസംഗിക്കുന്ന ആളുകളാണ്. പക്ഷേ താങ്കളുടെ സംഘടന നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി, ഇപ്പോൾ താങ്കൾ പറയാൻ പോകുന്നത് വെൽഫെയർ പാർട്ടിയുടെ എല്ലാം പറയുമായിരിക്കും. മാധ്യമ എന്ന പത്രം വളരെ ക്രൈസിസിലൂടെ കേരളത്തിലെ ഏറ്റവും ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിലൂടെ ആ പത്രം അതിലെ ജീവനക്കാരൻ കടന്നുപോവുകയാണ്. അവരുടെ അവകാശ സമരങ്ങളോട് എന്തുകൊണ്ടാണ് ഇത്ര നിഷേധാത്മക നിലപാട് ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി മാറ്റി നിർത്തി കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടി എന്ന സംഘടനയും അതിന്റെ പോഷക സംഘടനയും എന്തുകൊണ്ടാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? വെൽഫെയർ പാർട്ടി അതിൽ മുഖം തിരിഞ്ഞ് നിൽക്കുന്നില്ല. അവിടുത്തെ ജേർണലിസ്റ്റുകളും മറ്റും ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അവർക്ക് നിർബന്ധമായി കൂലി കൊടുക്കണം, അല്ലെങ്കിൽ ശമ്പളം ഉണ്ടാകണം, പ്രതിസന്ധികൾ പരിഹരിക്കണം എന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അവരുമായി സംസാരിക്കുന്നുണ്ട്. അതിന് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ മാത്രമല്ല, വേതനവും ജീവിതവും അനിവാര്യ സാധനമാണ്, സംഗതിയാണല്ലോ. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്നാണ്. പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടണം. അവരുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന ഇടപെടലുകൾ അവരിൽ നടത്തിയിട്ടുണ്ട്. ജേർണലിസ്റ്റിക് യൂണിയനാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആവശ്യമായ ഇടപെടൽ നടത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല.
അറിയില്ല, അങ്ങനെ അറിയില്ലല്ലോ. ഞാൻ അവർ എനിക്കറിയില്ല അതിനെപ്പറ്റി, അങ്ങനെ അവർക്ക് ആരും അഭിപ്രായം ഉണ്ടോ എന്നറിയില്ല. അവരുടേതായ ജേർണലിസ്റ്റിക് യൂണിയനാണ് സംഘടിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് ജേർണലിസ്റ്റിക് യൂണിയനിൽ സംഘടനയില്ല. പിന്നെ ഞങ്ങൾക്കതിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ. ആ മീഡിയ പ്രവർത്തകരുടെയും മാധ്യമ ജീവനക്കാരുടെയും കൂടെയാണ്. അവരുടെ അവകാശങ്ങൾ ലഭിക്കണം, വളരെ കൃത്യമായി അവർക്ക് വേതനം ലഭിക്കണം, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് നിലപാട്. മാധ്യമ ലോകത്ത് പ്രതിസന്ധികൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. എത്രത്തോളം എവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് സൂക്ഷ്മ പഠനം ഞാൻ നടത്തിയിട്ടില്ല. അത് ന്യായമായ സമരങ്ങൾക്ക് എല്ലാ പിന്തുണയും വെൽഫെയർ പാർട്ടിയുടേതുണ്ട്. ഞങ്ങൾ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് അതിൽ ഇടപെടുന്ന യാതൊരു തടസ്സമില്ല. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ അതിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുമോ? അതിനെന്താ സംശയം? എല്ലാ സമരങ്ങളെയും പിന്നെ ന്യായമായ സമരങ്ങളെയൊക്കെ പിന്തുണക്കൂലേ? നിലവിൽ പിന്തുണയ്ക്കുന്നില്ല, ഇനി പിന്തുണയ്ക്കുമോ? അതെന്താ സംശയം? 4 മാസത്തെ ശമ്പളം കൊടുക്കാൻ നമുക്കറിയാം. പുതിയ വിഷയമല്ല. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹം. സാമ്പത്തിക ക്രൈസിസ് അത് അവിടുത്തെ ജീവനക്കാരെ പറയാൻ സാധ്യതയില്ല. ഞാൻ അവരായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. എന്തായാലും അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തണം. ഓ നമ്മൾ എന്നാലും ഈ പറയുന്നതിനോടൊപ്പം എന്തെങ്കിലും നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും. നല്ല പ്രതിസന്ധിയാണ്. അതിൽ ഞാൻ എൻ്റെ നമുക്ക് തന്നെ വളരെ വിഷമം തോന്നാറുണ്ട്. അവിടെ ജീവനക്കാരൊക്കെ നമ്മളോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ പിരിച്ചുവിടൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ കോവിഡ് നിയമങ്ങൾ മാധ്യമത്തിനും ബാധകമാണോ? അപ്പോൾ അതുപോലും പാലിക്കാതെ ഒരു ആനുകൂല്യം തരാതെ പിരിഞ്ഞു പോകാൻ അങ്ങനെ ആരെങ്കിലും പറയുമോ? എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, ആനുകൂല്യം ഒന്നും കൊടുക്കാതെ പിരിച്ചു കൊടുക്കുവോ? ഇങ്ങനെയാണിപ്പോ ഉണ്ടോ? മുന്നോട്ട് വെച്ച ഫോർമുല. അത് ശരിയായിരിക്കാൻ സാധ്യത. പിരിച്ചുവെച്ച ശമ്പളത്തിന്റെ പകുതി കൊടുക്കാം. ഉൾക്കൊള്ളാൻ അല്ല, അതിനെ അതൊക്കെ ഒരു സമര ഘട്ടത്തിൽ പറയുന്നതായിരിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിസന്ധികളുണ്ട്, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് പ്രിന്റഡ് മീഡിയകളിൽ നമ്മളെ ബഹുമാനിയ ശ്രീകണ്ഠൻ നായർ അവരുകളെ അടുത്ത് പോയി കണ്ടിരുന്നു. അപ്പോൾ അത് ഞാൻ പോയത് ഞങ്ങളെ പ്രതിസന്ധി പറയാനായിരുന്നു. നിങ്ങളൊക്കെ കൂടെ ഞങ്ങളിങ്ങനെ തീവ്രവാദികളും ഭീകരവാദികളും ആക്കി തല്ലല്ലേ എന്ന് പറയാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ പ്രതിസന്ധിയോട് പറയാം, ഇപ്പോൾ ഇൻഫ്ലുവൻസ്മാർമാരാണ് നമ്മളെ കൊണ്ട് പോകുന്നത്, പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി ശ്രീകണ്ഠൻ നായർ നമ്മളായിട്ട് പങ്കുവച്ചിരുന്നു. മനോരമയിൽ പോയപ്പോൾ അവിടുത്തെ എഡിറ്ററും മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞു, ഈ പ്രതിസന്ധികളുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമത്തിലെ ജീവനക്കാർക്ക് കൈകാര്യം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം മാധ്യമം നിലനിൽക്കണമെന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഗംഭീരമായി നിലനിൽക്കണമെന്ന ഉറച്ച ബോധ്യമുള്ള ഈ കേരളം ഇങ്ങനെ ഈ ഒരു സഹകരണവും രാഷ്ട്രീയ പ്രബുദ്ധതയും നിലനിൽക്കുന്നത് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഇടപെടൽ കൊണ്ടും ഒക്കെ തന്നെയാണ്. അതിൽ മാധ്യമത്തിന് പങ്കുണ്ട്. നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളുടെയും പങ്ക് നിർണായകമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പോരായ്മയും ഉണ്ടാകാത്ത വിധം അതിനെ നിലനിർത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം. അത് ഞങ്ങളാൽ കഴിയുന്ന ഇടപെടൽ ഞങ്ങൾ നടത്തുകയും ചെയ്യും. ഈ 15-ാം തീയതി തിരുവനന്തപുരത്ത് ഈ വിഷയത്തിൽ ദേശീയ ട്രേഡ് യൂണിയനുകളുടെ ഒരു യോഗം ചേരാൻ പോകുന്നു. ഓക്കെ, അത് നമ്മളെ വിളിച്ചാൽ 8-ാം തീയതി മാധ്യമത്തിലൊരു ബന്ധപ്പെട്ട ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഇക്കാര്യം അവിടെ പറയും. അതിൽ ഇടപെടുന്നത് നമുക്ക് തടസ്സമില്ല. മാധ്യമത്തിലെ ജീവനക്കാർ എന്നോട് ചോദിച്ച വിഷയം ഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ എല്ലാ ഇടപെടലുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ അതിൽ ജീവനക്കാരുടെ കൂടെയാണ്. അത് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവരുടെ ഈ സമരത്തിൽ മറ്റേ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് സൂക്ഷ്മ ഞാൻ പഠിച്ചിട്ടില്ല. വേതനം കിട്ടണം എന്ന വിഷയത്തിൽ ഞാൻ ജീവനക്കാരുടെ കൂടെയാണ്. ഓക്കെ, ഏതായാലും സന്തോഷം. നമ്മുടെ ഈ ചർച്ചയുടെ അവസാനത്തിൽ ഒരു വിഷമം പറഞ്ഞുകൊണ്ടായിപ്പോയി എന്നുള്ള വിഷമം. ഏതായിരുന്നാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഒരിക്കലും ഒരു മീഡിയ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലെത്തരുത്, മീഡിയ പ്രവർത്തകർ പ്രതിസന്ധിയിലെത്തരുത്. നമുക്ക് കാല് ഉറച്ച് നിൽക്കാൻ കഴിയുമ്പോഴാണല്ലോ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് പൊരുതാൻ സാധിക്കും. വലിയ വിഷയം. കാരണം പിന്നെ പട്ടിണി കടന്നുകൊണ്ട് ആശയ പോരാട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതെ, എനിക്കറിയാം. എന്നോട് അവർ സംസാരിച്ചിരുന്നു. എനിക്ക് കഴിയാവുന്ന ആളുകളൊക്കെ ഞാനും സംസാരിച്ചിരുന്നു. ഏതായാലും ആ വിഷയം അവിടെ തന്നെ പരിഹരിക്കപ്പെട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അത് നമ്മൾ ആഗ്രഹവും നമ്മളെ ഒരു പിന്തുണയും അതിനുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പോൾ എല്ലാവർക്കും പ്രത്യേക അഭിവാദ്യം. പ്രത്യേകിച്ച് ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ പത്രപ്രവർത്തകർ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്നവരാണ്. ഒപ്പം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എല്ലാ ആഹ്ലാദവും നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നല്ലൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. എന്നത്തെയും പോലെ മുമ്പത്തെയും പോലെ മലപ്പുറം ജില്ല അതിൽ മുന്നിൽ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പിന്തുണ കൂടി അതിനുണ്ട്. തുടർന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സുരേഷ് ശർമ്മ.
മാഷാണ് ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.